പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ സഖാവ് റഹീം പറഞ്ഞത് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പോയിസനാണ് ഷാഫി പറമ്പിൽ എന്നാണ് അദ്ദേഹം ജനസാന്നിധ്യത്തിൽ വളരെ ഉത്തരവാദിത്തത്തോടുകൂടി പറയുന്നത്. അത് നമുക്ക് വിസമ്മതിക്കാനോ മുഖവിലക്കെടുക്കാതിരിക്കാനോ കഴിയില്ല. പ്രത്യേകിച്ച് അദ്ദേഹം ആയതുകൊണ്ട് നമ്മൾ അംഗീകരിക്കുന്നു, വിശ്വസിക്കുന്നു, സമ്മതിക്കുന്നു. അദ്ദേഹം പറഞ്ഞത് 100% ശരിയാണ്. ഷാഫി പറമ്പിൽ കൊടും വിഷമാണ്. പക്ഷേ ഈ വിഷം ഏൽക്കുന്നത് ഒരു പ്രത്യേകതരം കൂട്ടർക്കാണ്. ആ കൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പരം ജനങ്ങൾക്കിടയിൽ സ്പർദ്ധ ഉണ്ടാക്കാനും അതുപോലെ മതവിശ്വാസികൾ തമ്മിൽ പോരടിപ്പിക്കാനും, പ്രത്യേകിച്ച് വടകര നിയോജക മണ്ഡലത്തിലെ വോട്ടർമാർ മുസ്ലിം വർഗീയവാദികളും ഹിന്ദു വർഗീയവാദികളുമാണെന്ന് ചിത്രീകരിക്കാനും അത്തരത്തിൽ മെനഞ്ഞെടുത്ത ഹീനകൃത്യങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് വാട്സപ്പും അതുപോലെ അശ്ലീല വീഡിയോ എന്തൊക്കെ പറയാൻ പറ്റുമോ, എന്തൊക്കെ നീചമായ പ്രവൃത്തികൾ ഏർപ്പെടാൻ പറ്റുമോ, എന്തൊക്കെ കുതന്ത്രങ്ങൾ പയറ്റാൻ പറ്റുമോ അതൊക്കെ പയറ്റിക്കൊണ്ടിരിക്കുന്ന പ്രത്യേകതരം മാനസികാവസ്ഥയുള്ള, ഒരിക്കലും പഠിക്കാത്ത ഈ വടകര കോട്ട വീണ്ടും കയ്യിൽ നിന്ന് വളരെ ദൂരത്തേക്ക് ഒഴുകിപ്പോകുമ്പോഴും ഈ കുൽസിത തന്ത്രവും കുതന്ത്രവുമായി നടക്കാൻ യാതൊരു ലജ്ജയും മടിയുമില്ലാത്തവർക്ക് മാത്രം ഏശുന്ന കൊടും വിഷമാണ് ജാഗ്രത. അത് ഏറ്റിട്ടുണ്ട് പലർക്കും. അതിന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് നമ്മുടെ റഹീം പറഞ്ഞത് ഇതൊരു വല്ലാത്ത വിഷമാണ്, സൂക്ഷിച്ചോന്ന്. ജനാബലിയോടാണ് എല്ലാവരും സൂക്ഷിച്ചോ. ഇത്തരത്തിലുള്ള മാനസികാവസ്ഥയുള്ള, ഈ രീതിയിൽ ചിന്തിക്കുന്ന, ജനങ്ങളെ തമ്മിലടിപ്പിക്കുന്ന, വൃത്തികെട്ട വർഗീയതയും കൊണ്ട് നടക്കുന്ന എല്ലാവർക്കും ഏൽക്കുന്ന പ്രത്യേകതരം കടുത്ത കൊടും വിഷമാണ് ഷാഫി പറമ്പിലിനെ പോലെയുള്ള മിതമായ, മാന്യമായ, സമന്വയത്തോടുകൂടി ജീവിക്കണം, സഹകരണത്തോടുകൂടി വർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്ന, തെരഞ്ഞെടുപ്പിലുടനീളം മാന്യതയും പക്വതയും അധമ വികാരങ്ങൾ നിശ്ചലമാക്കിക്കൊണ്ടുള്ള പ്രതികരണവും നിങ്ങൾക്ക് ഉടനീളം കാണാം. സമ്മതിക്കണം.